വിടന്മാരെ പിടിച്ചോ സാർ? കെട്ടിപ്പിടിച്ചു. പിടിച്ചല്ലേ? പിടിച്ചെങ്കിൽ നല്ല ഇടി കൊടുക്കണം. എങ്കയോ കേട്ട കുറൽ. ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. താനാണ് ആ വലിവുള്ള പൗരനല്ലേ? അതെ സാർ. തെറ്റായ ഇൻഫർമേഷൻ തന്ന് പോലീസിനെ വലിപ്പിച്ച വലിവ് റാസ്കൽ. അയ്യോ സാറേ, എന്റെ ചേട്ടൻ ഒന്നും ചെയ്യുന്നില്ല. എന്നവളെ അടി എന്നവളെ എന്ന இதயத்தை தொலைத்து விட்டே எந்த இடம் அது தொலைந்த இடம் அந்த இடம் மசலகுடி மல்லிகாവ്. ഇത് പിടി. ഒരാള് മുതുകത്തും ഒരാള് നെഞ്ചത്തും കുത്തിയങ്ങട് എന്നെ കൊല്ല്. പൗലേസേട്ടൻ വെള്ളം അടിച്ചാ ഇതാ കുഴപ്പം. ഞാൻ സുബോധത്തോടുകൂടി തന്നെ സംസാരിക്കുന്നത്. രണ്ടുപേർക്ക് തൃപ്തിയായില്ലേ? മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഞാൻ ഇതൊരു പാവിയായിട്ടില്ലടാ. ആ എന്നെ എവിടുന്നോ കയറി വന്നൊരു പെണ്ണിന്റെ തന്തയാക്കിയില്ലേ? ഞാൻ എന്റെ ഭാര്യയോട് എന്ത് പറയും? ഓ, ആ തമ്പാനെ ഒന്ന് സമാധാനിപ്പിക്കാൻ തൽക്കാലം അങ്ങനെ പറഞ്ഞല്ലേ ചേട്ടാ? എനിക്കൊന്ന് കുമ്പസാരിക്കണം. നിന്റെ പാപങ്ങളെല്ലാം പറഞ്ഞോളൂ പോലീസേ. ആമേൻ. എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കിട്ട് പൊയ്ക്കോളൂ കേട്ടോ. എവിടെ ആ രണ്ട് തടിമാടന്മാര്? കേട്ടില്ലേ? എടീ, നിന്നെ തിളച്ച വെള്ളത്തിൽ കുളിപ്പിച്ച് കിടത്തി കയ്യിലൊരു കൊന്തയും തലഭാഗത്തൊരു കുരിശും വെച്ച് നിന്നെ ഞാനിവിടെ കുഴിച്ചിടീ മോളെ. പോലീസ് ജീപ്പിലെ ഡീസൽ ഇല്ലേ சொல்ற തപ്പ്. പമ്പ അടച്ചു പോച്ചു സാർ. ബാലൻസ് വലിച്ചുകൊടാ. എന്തൊരു വെയിറ്റ് ശവത്തിന്. இந்த വണ്ടി ചെക്ക് பண்ணு. ഡ്രൈവറെ തന്നെ കണ്ടുപിടിച്ചു വാ. ഇവരെന്താ ഈ നേരത്ത് ഇവിടെ? എന്താ ജീവൻ ഇവിടെ എല്ലാരുമായിട്ട്? ഞങ്ങള് വെറുതെ കാറ്റുകൊള്ള ഇറങ്ങിയതാ. ഞാൻ നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയതാ. ഞങ്ങള് പെട്രോൾ തീർന്നിട്ട് നിൽക്കുക. ഓ വെരി ഗുഡ്. എന്നാ പിന്നെ തമ്പാച്ചല്ലേ? ഇതാരാ? അമ്മായിയപ്പൻ. പൗലോസേട്ടൻ അമ്മായിയച്ഛൻ. നമസ്കാരം. നമസ്കാരം. സുഖം തന്നെ സാറേ? സുഖമാണ്. കൊള്ളാമല്ലോ പൗലോസേ. ഈയിടായിട്ട് ബന്ധുക്കളുടെ ഒരു പ്രവാഹമാണല്ലോ. ആദ്യം മകള്, ഇപ്പൊ അമ്മായിയപ്പൻ. അതെ അതെ, ഇനിയിപ്പോ ഒരുപാട് പേര് വരുന്നുണ്ട്. അവസാനം ഒരാൾ വരും, എന്റെ കാലൻ. അല്ലോ, ഈ ബന്ധുക്കളുടെ തള്ളിക്കയറ്റം കാരണം പൗലോസേട്ടൻ ആകെ മൂടൗട്ടില്ല. തമ്പാഞ്ഞ് വന്നേ. കാശൊന്നും വേണ്ട. ആവശ്യമുള്ളപ്പോ ഞാൻ ജീവനോട് ചോദിച്ചിട്ടുണ്ടല്ലോ. വായിച്ചു നോക്കി ഞാൻ തിരിച്ചു തരും കേട്ടോ. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. അതെ അതെ. യവന്മാരെ എവിടെ പോയി കിടക്കുന്നത്? പെട്രോളൊക്കെ ഉണ്ടല്ലോ. ഫുൾ ടാങ്ക്. ഫുൾ ടാങ്കിൽ മേടിക്കാൻ പോയിരിക്കും. പോയി. നമസ്കാരം. പോയടാ. അവളെവിടെ? മരുന്ന് വെക്കലും കെട്ടലും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. മണിയൊന്ന് കേണൽ സാർ എഴുന്നേറ്റോ? ഞങ്ങൾ ഇന്നലെ ഒരുമിച്ചല്ലല്ലോ കിടന്നത്. അകത്ത് പോയി അന്വേഷിക്കും. മകളും കാമുകനും കൂടി എന്തോ കശപശിയായി വന്നിട്ടുണ്ട്. അമ്മ പ്രസവത്തിന്റെ ഡോക്ടർ ആണെങ്കിലേ മകള് പ്രേമത്തിന്റെ ഡോക്ടർ ആവും. മണിയമ്മയുടെ മധുര 17 അല്ല ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ മധുര 17. അത് 1.5 വരും. മണിയമ്മക്കൊന്നും പിന്നെ 17 ഇല്ലല്ല, 16 ഉള്ളൂ. അസൂയപ്പെടുന്ന കാര്യമില്ല മണിയമ്മേ. എനിക്കൊരസൂയില്ല. എന്റെ മോളെ ഞാൻ നല്ല അച്ചടക്കത്തോടു കൂടി തന്നെ വളർത്തിയത്. അത് ശരിയാ. എനിക്കൊരു ലെറ്റർ തന്നേനി. 3 ദിവസമല്ല അവളെ മണിയമ്മ മുറി പൂട്ടിട്ടത്. അത് നിനക്ക് ഓർമ്മയില്ലല്ലോ. പിന്നെ കല്യാണത്തിന് ശേഷം അവള് മതില് ചാടിന്നൊക്കെയാ പറയണത്. ഒടുവില് കുട്ടി വേറെ ആരുടെയെന്നും പറഞ്ഞ് ആ തെണ്ടി തൂങ്ങി ചത്തു. അന്നേ ഞാൻ പറഞ്ഞതാ ഒരു DTS ടെസ്റ്റ് നടത്താൻ. അതിനു മുമ്പേ അവൻ ചത്തില്ലേ. എന്നിട്ട് മോളെവിടെ? അവള് തന്തയില്ലാത്ത കുട്ടിയായിട്ട് സുഖായിട്ട് കഴിയണു. അയ്യോ, എന്നോട് വർത്താനം പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ല. ഒരുപാട് പണി കിടക്കുന്നു. പിന്നെ പറഞ്ഞേക്കാം. ഗായക നീ മീട്ടുമെൻ. അല്ല, ഇതൊരു കവിതയല്ലേ? പ്രേമലേഖനം കവിതാ രൂപത്തിൽ എഴുതാലോ. കവിതയാണോ പ്രേമലേഖനമാണോ തർക്കം? ഞാൻ തീർത്തു തരാം. അയ്യോ, സാർ എത്തിയായിരുന്നു. ഇരിക്കടാ. ഇതിൽ കവയത്രി ഉദ്ദേശിച്ച ശിവൻ ഗായകനാണോ? അതെ, ഈ നീനി ശിവനെ പണ്ട് കുറെ യുഗ്മഗാനം പാടിയിട്ടുള്ളതാ. അപ്പോൾ വൃത്തമൊത്തു. ഗായക നീ മീട്ടുമെൻ ഗാത്രവീണയിൽ പൂത്തിടും. സാറിന് നാനാർത്ഥം മനസ്സിലായോ? നാനാർത്ഥം മനസ്സിലായി, പക്ഷേ ഈ ഗാത്രവീണ പിടികിട്ടിയില്ല സാറേ. ഗാത്രം എന്നാൽ ശരീരം, ഗാത്രവീണ എന്നാൽ ശരീരമാകുന്ന വീണ.
അവൾ ശരീരമാകുന്ന വീണയിൽ അവന്റെ വിരലുകൾ മീട്ടിയപ്പോൾ ഗാത്രം പൂത്തു. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവന്റെ കൈകൾ കൊണ്ട് അവൾ എക്കിളി കൂട്ടിയപ്പോൾ അവൾക്ക് രോമാഞ്ചം ഉണ്ടായി. ഇത് പ്രേമലേഖനൊന്നുമല്ല, അതിനേക്കാൾ കടുപ്പമുള്ള സാധനോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ പപ്പ ഇതൊരു ലവ് ലെറ്റർ ആണെന്ന്. എടി മണ്ടി, ഈ വിവരദോഷി പറയണ കേട്ട് നീ അത് വിശ്വസിച്ചല്ലോ. അല്ല, ഇരിക്കണം, കുറച്ചേരം കൂടി ഇരിക്കണം സാറേ. കയറിക്കുള്ളൂ. എന്താ ഇയാള് പോകുന്നില്ലേ? ഒരു കിതപ്പ്, ലേശം വിശ്രമിച്ചിട്ട് പോകാം. കേറി പോടാ. നോണമില്ലാത്ത എന്താ അവര് പറഞ്ഞു? ഒന്നുമില്ല. അവരിവിടുത്തെ വനിതാ സയ്യ ആള് മഹാ പെശക. കിട്ടിയ ഒന്നുമില്ല, ഒരു പാവ സ്ത്രീ. അവർക്ക് ഇത് ശരീരം ഉണ്ടായിപ്പോ തെറ്റാണോ? ഹായ് സുൽത്താൻ, നാളായടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടാ. ഇവനിപ്പം ഷുഗറിന്റെ അസുഖം കൂടുതലാണല്ലോ. സോറി സിസ്റ്റർ, ഐ ആം സുജിത് കുമാർ. എന്റെ പേര് സണ്ണി കുര്യൻ. ഐ ആം നൗഫൽ. ഹായ്. സുൽത്താനോ? അങ്ങനെ ഒരു പേരുണ്ടോ? ഞങ്ങൾ ഒന്നിച്ച് +2 പഠിക്കണ കാലത്ത് ഇവനായിരുന്നു അവിടുത്തെ പ്രണയകുമാരൻ. ഗൾഫുകാരൻ കുഞ്ഞാപ്പൂന്റെ മകൾ റംല ബീഗം ചോക്ലേറ്റുമായി ഇവന്റെ പുറകെ നടക്കാൻ തുടങ്ങിയപ്പോഴാ ശിവന് ഞങ്ങൾ സുൽത്താൻ എന്ന് പേരിട്ടത്. ഇവനും റംലയും നല്ല മാച്ച് ആയിരുന്നു. +1 പഠിക്കുമ്പോ തന്നെ അവക്കൊരു അമ്മൂമ്മയുടെ സെറ്റപ്പായിരുന്നു. എന്താണ് ഇത്? എന്തു പറ്റി? ഏത് റെസ്റ്റോറന്റിൽ പോയാലും ഇവരിത് പതിവാ. ഭക്ഷണം വരുമ്പോഴേക്കും മുങ്ങാളെ വകുപ്പ് സ്ഥലത്തെത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ ഡോൾഫിൻ ഓഫിലൊന്നും ഞങ്ങൾ അവനെ വിളിക്കുക. ഡോൾഫിനെ പോലൊന്ന് ചാടും, പിന്നെ മുങ്ങും. ആഹാ, ഈ ഹാൻഡ് ബാഗ് കൊള്ളാലോ, ബ്യൂട്ടിഫുൾ. റിയലി? മമ്മി ബാംഗ്ലൂരിൽ ഒരു സെമിനാറിന് പോയപ്പോ വാങ്ങിയതാ. ഹായ്, ബ്യൂട്ടിഫുൾ പേഴ്സ്. നോക്ക്, ശിവനെ പോലെയല്ല, വിവേകിന് സൗന്ദര്യം ബോധമുണ്ട്. വണ്ടർഫുൾ മണി. Keep the change. Thank you, sir. The beautiful purse, beautiful bag, രണ്ടും സേഫ് ആയി. എങ്ങനെയുണ്ട്? ഇതാണ് ഇവന്റെ സൗന്ദര്യബോധം. മമ്മി എത്തിയില്ലേ സുന്ദരേട്ടാ? അവിടെ ഗർഭിണികളുടെ കൂട്ടക്കരച്ചിൽ മമ്മിക്കിന്ന് വരാനാവില്ല. ഇവിടെ പപ്പായുടെ കൂർക്കം വലി, എനിക്കിന്ന് ഉറങ്ങാനും പറ്റൂല. ഈ സുന്ദരേട്ടന്റെ പപ്പ എങ്ങനെ കുടിപ്പിക്കുന്നെ? നിന്റെ പ്രിയതമൻ പറഞ്ഞു കേട്ടാ, ഞാനാ അവളുടെ പപ്പയെ കുടിപ്പിക്കുന്നതെന്ന്. എനിക്ക് കുറ്റബോധം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. കുടിക്കാൻ ഇങ്ങനെ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യൻ കുട്ടികളെ കഷായം കുടിപ്പിക്കുന്ന പോലല്ലേ ഞാൻ ഈ ഒരു കുപ്പി അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. എടാ ശിവ, ഒരു തുള്ളി എനിക്ക് ക്യാൻസർ തന്നില്ല. ഞാൻ ഈ കാലിക്കുപ്പി മണപ്പിച്ചിരിക്കാൻ തുടങ്ങിട്ടെ 1 മണിക്കൂറായി. നീ വണ്ടി എടുക്ക്. നിന്റെ ഹോസ്റ്റലിലെ മൈക്കിൾ ജാക്സന്മാര് ഒരു സ്മോൾ എനിക്ക് തരാതിരിക്കില്ല. സ്വീറ്റ് ബോയ്സ്. അങ്ങൾ എണ്ണീക്കുമ്പോ നിന്നെ കണ്ടില്ലെങ്കിൽ നാളെ പണി പോകും. പറഞ്ഞേക്കാം. ഉണരാനോ? ഇനി നാളെ ഉച്ചക്ക് നോക്കിയാൽ മതി. ഇത് ഉറക്കമല്ല, ഒരു താൽക്കാലികമായ മരണം. ഉച്ചക്കല്ലടാ, 11 ചാടിക്കോ ചാടിക്കോ, വിളിച്ചങ്ങോട്ട് ചാടിക്കോ. എനിക്ക് അങ്ങനെ എന്താടാ ഈ വക അഭ്യാസമൊന്നും ഇവിടെ പറ്റില്ല. എന്റെ കണ്ണൊന്ന് തെറ്റിയാ മതി, അപ്പൊ തുടങ്ങും. അനീതി, അക്രമം, അമിത മദ്യപാനം, ഇതൊന്നും ഞാൻ വെച്ചുറപ്പിക്കൂല. പോട്ടെ മക്കളെ, നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ പോയട്ടെ. ഇവര് ക്ലാസ്സിൽ പോയാ എങ്ങനെയാ ശരിയാവുക? കാളി പൂജ മുടക്കാൻ പറ്റുമോ? അതെ അതെ പറ്റുമോ? കാളി പൂജ മുടക്കണ്ട, കാളി പാളിയൊക്കെയുള്ളൂ. അപ്പൊ പിന്നെ ആര് തുള്ളും? ആര് തുള്ളും? ഓം കാളി കളി, ഓം കാളി കളി. അങ്ങനെ അച്ചാർ
കാണാറില്ലേ? ഇന്നല്ലോ സുന്ദര. ഇല്ലെങ്കിൽ വേണ്ട. നിന്റെ അച്ഛന്റെ പേരെന്താ? ഭാസ്കരൻ. ആ അദ്ദേഹം എന്ത് ചെയ്യുന്നു? മരിച്ചുപോയി. ഒരിക്കലുമില്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. അല്ല, 5-6 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് മരിച്ചുപോയി. ആക്സിഡന്റിൽ ഭാസ്കരൻ എന്ന ആൾ മരിച്ചു എന്നൊരു സത്യം. പക്ഷെ അത് നിന്റെ അച്ഛനാണെന്നുള്ളത് അസത്യം. ആദ്യം നിന്റെ അമ്മ ഭാസ്കരനെ വഞ്ചിച്ചു, പിന്നെ ഭാസ്കരൻ നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് നിന്നെ വഞ്ചിച്ചു. അതിനുള്ള ശിക്ഷ കാളി അമ്മ തരും. നിന്റെ അച്ഛൻ ഇപ്പോഴും ആ ചെത്തുകാരൻ ദാമോദരൻ തന്നെയാണോടാ? സ്വന്തം അച്ഛനെ മാറ്റുന്നോടാ? നോക്കി അച്ഛനെ മാറ്റി പറയണോടാ? എന്ന നിലയിൽ വളരെ അഭിമാനത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ ക്യാമ്പസിലെ പല ഗായകരുടെയും അവരുടെ ശിങ്കിടികളുടെയും പിറകെ ഞാൻ നടന്നു. പക്ഷേ തോറ്റു പിന്മാറാൻ ഞാൻ തയ്യാറല്ലാത്തതിനാൽ യുവാക്കളുടെ രോമാഞ്ചമായ പ്രേംരാജും അനുരാധയും ചേർന്നൊരുക്കുന്ന ഒരു അടിപൊളി ഗാനമേള ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. എന്താ കാര്യം? ചേട്ടാ കുറച്ച് കള്ളു തരുമോ? പിന്നെന്താ? എടി നിഷി, നീ എന്തായി കാണിക്കുന്നേ? അല്ല മോളെ, ഗ്ലാസ് ഒന്നും ഇല്ലല്ലോ. അതിനെന്താ എന്നെ കയ്യിലേക്ക് ഒഴിച്ചേ? എടി വീട്ടിൽ അച്ഛനും അമ്മ ഉണ്ടെന്ന്. അവർക്ക് വേണോ? ഉണ്ടോ ചേട്ടാ? അച്ഛനമ്മയ്ക്ക് അങ്ങ് ഷാപ്പില്. ഇതുള്ള ടീനേജ് ഡീൽസ്. ഒഴിക്ക്. ആരാണത്? നല്ല അസല് കള്ള്. എത്രയേട്ടാ കാശ്? നോ 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 നോ. കാശ് വേണ്ടേ? കുട്ടിയെപ്പോലുള്ള ഒരു സുന്ദരിക്ക് ഈ കൈ കൊണ്ട് ഇത്ര കള്ളൊഴിച്ചിടാൻ കഴിഞ്ഞത് ജന്മം സഫലമായി. ഇപ്പോഴാണ് കുട്ടി ഞാനൊരു യഥാർത്ഥ ചെത്തുകാരനായി. എടി ഞാൻ ഡ്രൈവ് ചെയ്യാം. എത്ര ഫീറ്റ് ആയാലും എനിക്ക് നല്ല കൺട്രോളാ. എടി നീ എന്റെ വീട്ടിലേക്കാ പോണേ. ഞാനും അങ്ങോട്ടേക്ക് തന്നെയാ പോകുന്നത്. നീ വരുന്നോ?